ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഒരു സ്ത്രീയുടെ വാക്കുകളാണ്. ആ സ്ത്രീ പറഞ്ഞത്, പട്ടിയെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടിയെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ. എന്നിട്ട് അവർ ചില കാര്യങ്ങൾ, ഭർത്താവിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി. പക്ഷെ എൻ്റെ ഭർത്താവിന് എന്നോടോ ഞങ്ങളുടെ കുട്ടിയോടോ വലിയ കരുതലോ സ്നേഹമോ വാത്സല്യമോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് അയാൾക്കൊരു സംശയമുണ്ട്, പുള്ളിയുടെ തന്നെ കുട്ടിയാണോ എന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുട്ടി എനിക്കറിയാൻ മേലേ, വേറെ ആരിൽ നിന്നുണ്ടായതല്ല, അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ കുട്ടി. പക്ഷെ പുള്ളിക്കൊരു സംശയം. ഏതായാലും അതുകൊണ്ടാണോന്നറിയില്ല, കുട്ടിയോടൊരു സ്നേഹവും ഇല്ല. എന്തെങ്കിലും ചെറിയ തെറ്റിന് പോലും ആ കുട്ടിയെ ശിക്ഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം വരും. ഈ മനുഷ്യന് സ്നേഹിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, എന്നോട് സ്നേഹപൂർവ്വം സംസാരിക്കുക, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളോട് സ്ത്രീകളോടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്നേഹിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല. മാത്രമല്ല, പുള്ളി എങ്ങനെയോ പുള്ളിക്ക് കൂട്ടുകാരാരാണ്ട് പറഞ്ഞ് അങ്ങനെ പ്രേരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു പട്ടിയെ വാങ്ങിച്ചതും. ഇനി അതിനെ പരിചരിക്കാൻ തുടങ്ങി, നോക്കാൻ തുടങ്ങി, അതിൻ്റെ സ്നേഹം കിട്ടാൻ തുടങ്ങി, അതിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്ന് ആ പട്ടിയെ സ്നേഹിക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതി വരും. അപ്പം അതുകൊണ്ട് ഈ മനുഷ്യന് സ്നേഹിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല. ഈ സംഭവങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് എന്താണ്? ഈ മനുഷ്യനെക്കുറിച്ച് അസ്ഥാനത്ത് നല്ല ഉസ്താദായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ, സ്നേഹിക്കാൻ അറിയാം, സ്നേഹിക്കുന്നുണ്ട്, അത് അസ്ഥാനത്താണെന്നുള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നമുക്ക് ഏറ്റവും അടുത്ത അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വീട്ടിൽ താമസിക്കുന്നവരാണ്. അവരെ സ്നേഹിച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങേണ്ടത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ സ്നേഹിച്ചിട്ടാണ് പിന്നെ മൃഗസ്നേഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടത്. അതല്ലെങ്കിൽ അസ്ഥാനത്ത് ഉസ്താദാകുന്ന ആ ഒരു പരിതാപകരമായ അവസ്ഥയിലേക്ക് നമ്മൾ തള്ളപ്പെടും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ പരിശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, മനുഷ്യർ കഴിഞ്ഞിട്ട് മൃഗങ്ങൾക്ക് സ്ഥാനമുള്ളൂ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചില വചനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ശരീരത്തെക്കാൾ വലുതാണ് നമ്മുടെ ആത്മാവ്. അതും വചനം പറയുന്നുണ്ട്. ആത്മാവ് കഴിഞ്ഞിട്ട് ശരീരമുള്ളൂ. മത്തായി 5:29 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിന്റെ വലത് കൈ പാപഹേതുവാകുന്നെങ്കിൽ വെട്ടിക്കളഞ്ഞു, വലത് കണ്ണ് പാപഹേതുവാകുന്നെങ്കിൽ ചുഴന്നെടുത്ത് വലിച്ചെറിഞ്ഞു, കുഴപ്പമില്ല. ശരീരം മുഴുവൻ നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ, ആത്മാവ് നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് നഷ്ടമാകുന്നതാണ്. ശരീരം ആത്മാവ് കഴിഞ്ഞിട്ടേ പ്രാധാന്യം അർഹിക്കുന്നുള്ളൂ എന്ന് നമ്മെ പഠിപ്പിക്കുന്ന മറ്റു ചില വചനഭാഗങ്ങൾ കൂടി നമുക്കെടുക്കാം. യോഹന്നാൻ 6:63 വചനം പഠിപ്പിക്കുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. മത്തായി 16:26 നമുക്കെല്ലാം സുപരിചിതമല്ലേ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. അത് മനസ്സിലാക്കിയവർ ശരീരത്തെക്കാൾ പ്രാധാന്യം ആത്മാവിന് നൽകിയിരിക്കും. 1 കൊറിന്തോസ് 15 മറ്റൊരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊറിന്തോസ് 15:39 മുതൽ വായിക്കുമ്പോൾ, എല്ലാ ശരീരവും ഒരുപോലെയല്ല. നമ്മൾ ശരീരത്തെക്കാൾ വിലയുള്ളതാണ് ആത്മാവ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തെക്കാൾ വിലയുള്ളതല്ല മൃഗത്തിൻ്റെ ശരീരം. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വിലയേക്കാൾ താഴ്ന്നു നിൽക്കുന്നതാണ് മൃഗത്തിൻ്റെ ശരീരം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മൃഗങ്ങളുടെ ശരീരം ഒന്ന്, മത്സ്യത്തിൻ്റെ ശരീരം ഒന്ന്, മനുഷ്യരുടെ ശരീരം വേറൊന്ന്. അതാണ് പൗലോസ്ലീഹ ഈ വചനഭാഗത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യർ കഴിഞ്ഞിട്ട് മൃഗങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കിട്ടാവൂ സ്നേഹിക്കുന്ന കാര്യത്തിൽ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഗലാത്യർ 5:14-15 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ കൽപ്പന, ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. അത് രണ്ടും ചേർന്ന് പോകുന്നതാണ്. ഈ ഒരു കൽപ്പന പാലിക്കുമ്പോൾ എല്ലാ കൽപ്പനകളും നീ പാലിക്കുന്ന വ്യക്തിയായി മാറും. കാരണം അതെല്ലാം ഇതിനകത്തുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവം കഴിഞ്ഞിട്ട്
മനുഷ്യന് സ്ഥാനമുണ്ടാകാവൂ. നമ്മൾ കണ്ടു, മനുഷ്യന്റെ ശരീരം കഴിഞ്ഞിട്ടേ മൃഗങ്ങൾക്ക് സ്ഥാനമുണ്ടാകാവൂ എന്ന് പറഞ്ഞ പോലെ ദൈവം കഴിഞ്ഞിട്ടേ മനുഷ്യർക്ക് സ്ഥാനം കൽപ്പിക്കാവൂ. റോമാലേഖനം 1 അതിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം മറന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളെ അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് അവര് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ വിസമ്മതിച്ചു. അവരുടെ യുക്തി വിചാരങ്ങൾ അവരെ നയിച്ചു. അവസാനം ഏതെല്ലാം രീതിയിലുള്ള പാപപ്രവൃത്തികളിലേക്കാണ് അവർ വീണുപോയത് എന്ന് ഈ വചനഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. റോമ 1:18 മുതൽ 25-ാമത്തെ വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും വിഗ്രഹാരാധന? സൃഷ്ടാവിലും ഉപരി സൃഷ്ടിയെ സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും. അതുകൊണ്ടാണ് ദൈവം കഴിഞ്ഞേ മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിക്കാവൂ എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി 22 ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ ഇത് ചെയ്യാൻ പറ്റുമെന്ന് അബ്രാഹത്തെ കർത്താവ് ടെസ്റ്റ് ചെയ്തു. കാത്തിരുന്ന് അവസാനം വയസ്സാം കാലത്ത് ഒരു കൊച്ചുണ്ടായപ്പം അതിനെ ഒന്ന് കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് കുഞ്ഞിനെ കൊണ്ട് ബലി കഴിക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു? ദൈവത്തെക്കാൾ കുഞ്ഞിവന് വലുതായി മാറിയിട്ടുണ്ടോ, അതോ ഇപ്പോഴും ദൈവം തന്നെയാണോ അബ്രാഹത്തിന് വലുത് എന്ന് തെളിയിക്കാനുള്ള ഒരവസരമായിരുന്നു. അബ്രാഹം അത് തെളിയിച്ചു. വിശ്വാസികളുടെ പിതാവായിട്ട് അവൻ ഉയർത്തപ്പെട്ടു. അവൻ്റെ മകനെ തൊട്ട് അവന് നഷ്ടപ്പെട്ടുമില്ല. അതുകൊണ്ട് ദൈവം ടെസ്റ്റ് ചെയ്യും നമുക്ക് ദൈവം തന്നെയാണോ മറ്റു മനുഷ്യരെക്കാൾ വലിയത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. 2 മക്കബായർ 7-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ ഒരമ്മ ഈ യാഥാർത്ഥ്യം പഠിച്ചതുകൊണ്ട് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാണാൻ പറ്റും. മക്കളെ, ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരെങ്കിലും നമുക്ക്. പരലോക ജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോക ജീവിതം. ഈ ഭൂമിയിൽ നമ്മൾ മരിക്കേണ്ടി വന്നാലും സഹിക്കേണ്ടി വന്നാലും അത് സന്തോഷത്തോടെ നമുക്ക് എടുക്കാൻ സാധിച്ചാൽ മരണാനന്തരം നമുക്ക് സുന്ദരമായൊരു ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, വിശ്വാസത്തെ പ്രതി വില കൊടുക്കാൻ തയ്യാറാവുക. അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആ വിധവയെ നമുക്ക് കാണാൻ പറ്റും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കാൻ നാം എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം. ദൈവത്തെ അടുത്തറിയുക, അടുത്തനുഗമിക്കുക, ഇതൊക്കെ ദൈവമക്കളിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ്. ദൈവത്തെ അറിയാതെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല. 1 യോഹന്നാൻ 4:8 വചനം വ്യക്തമാക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യമാണ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 യോഹന്നാൻ 4:16 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. മനോഹരമായ ഒരു ജീവിതമാണ് ദൈവത്തിലുള്ള ആ ഒരു വാസം. അതിന് നമ്മൾ ദൈവത്തെ അറിയണം, ദൈവത്തിൽ വസിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനവും അതേ കാര്യം പങ്കുവയ്ക്കുന്നത് കാണാൻ പറ്റും. 4:21 വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരങ്ങളെയും സ്നേഹിക്കണം. ദൈവസ്നേഹം, സഹോദര സ്നേഹം, അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യം ചെയ്ത് നമ്മൾ പിന്നെ മൃഗങ്ങളെ സ്നേഹിച്ചാലും അത് അതിര് വിട്ടു പോകില്ല എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവും അഭിഷേകം കിട്ടുവാൻ ആഗ്രഹിച്ച് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.